നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ ഓണക്കിറ്റ് വിതരണത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓണക്കിറ്റ് വിതരണമാണ്. നമുക്കറിയാം, 2025 ഓഗസ്റ്റ് അവസാനത്തിലാണ് ഈ വർഷത്തെ ഓണം. എല്ലാ വർഷവും സർക്കാർ നൽകുന്നത് പോലെ തന്നെ ഇപ്രാവശ്യം ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരിക്കും. റേഷൻ കടകൾ വഴിയായിരിക്കും ഓണക്കിറ്റുകൾ ഉണ്ടായിരിക്കുക. 18 സാധനങ്ങൾ അടക്കമുള്ള സാധനങ്ങളായിരിക്കും ലഭിക്കുക. അതിൽ പായസത്തിനടക്കമുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. വെളിച്ചെണ്ണ മുതലുള്ള എല്ലാ സാധനങ്ങളും ഓണക്കിറ്റിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നാളെ മുതൽ അതിൻ്റെ വിതരണം തുടങ്ങുകയാണ്. മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ഈ ഓണക്കിറ്റ് വിതരണം പൂർണ്ണമായും കിറ്റുകൾ വാങ്ങേണ്ടി വരും. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പിന്നീട് ഓണക്കിറ്റ് വാങ്ങാത്ത ആളുടെ ലിസ്റ്റുകൾ നോക്കി സപ്ലൈ ഓഫീസിൽ നിന്നും അവരെ വിളിക്കുകയും അവരുടെ കാർഡ് നീലയിലേക്കോ വെള്ളയിലേക്കുമെല്ലാം മാറാൻ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കിറ്റുകൾ വാങ്ങാത്ത ഒരുപാട് ആളുടെ റേഷൻ കാർഡുകൾ ഇതുമൂലം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ റേഷൻ കാർഡുകൾ വഴി ഓണക്കിറ്റുകൾ വാങ്ങുക. ഓണക്കിറ്റ് ആവശ്യമില്ലാത്ത ആളുകൾ മഞ്ഞ കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ റേഷൻ കാർഡ് നീലയിലേക്കോ വെള്ളയിലേക്കോ മാറാനുള്ള ഒരു അപേക്ഷ കൂടി സമർപ്പിക്കുക. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ അനർഹമായിട്ട് മഞ്ഞ ചുവപ്പുകൾ റേഷൻ കാർഡ് കൈവശം വെക്കുന്ന ആളുകളും നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുക. ഇങ്ങനെ റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അവർ വാങ്ങുന്ന ഓരോ കിലോ അരി കണക്കാക്കി നമ്മൾ ഫൈനുകൾ അടയ്ക്കേണ്ടി വരും. റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പുതിയ ആളുകളെ ചേർക്കൽ, നിലവിലുള്ള ആളുകളെ മരണപ്പെട്ടവരെ പേര് ഒഴിവാക്കൽ, മറ്റു റേഷൻ കാർഡിൽ നിന്നും ഈ റേഷൻ കാർഡിലേക്ക് പേര് വെട്ടിമാറ്റൽ, മറ്റു കാർഡിലേക്ക് വെട്ടിപ്പോകൽ, അങ്ങനെ റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേക സമയമില്ല. എല്ലാ സമയത്തും നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനുകളൊന്നും ഇല്ലാത്ത കേസുകളാണെങ്കിൽ മരണപ്പെട്ടു പോയ വ്യക്തിയോട് ഒഴിവാക്കാൻ 40 ദിവസമാണ് അതിൽ കാലാവധിയുള്ളത്. അങ്ങനെ ഫൈനുകളൊന്നും ഇല്ലാത്ത കേസുകളാണെങ്കിൽ നമ്മൾ സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ലഭിക്കുകയും ഒരു 10 ദിവസം അകം തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു അപ്രൂവ്ഡ് മെസ്സേജ് വരികയും ചെയ്യും. ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഷൻ കാർഡുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പ്രിൻ്റ് എടുക്കാനും സാധിക്കും. ആ റേഷൻ കാർഡുകൾ നമുക്ക് ഒറിജിനൽ തന്നെ യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും രൂപത്തിലുള്ള ഫൈനുകളുള്ള കേസുകളാണെങ്കിൽ അവർക്ക് ആ ഫൈൻ കൂടി തിരിച്ചടയ്ക്കേണ്ടി വരും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റു വിഷയം ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ്. നമുക്കറിയാം, എല്ലാ വർഷവും ഓണത്തിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ പെൻഷൻ ലഭിക്കാറുണ്ട്. ജൂലൈ മാസത്തിലെ പെൻഷൻ ഈ കഴിഞ്ഞ മാസം അവസാനത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. ഇന്നും ഇന്നലെയുമായി കൈകളിൽ പെൻഷൻ എത്തുന്ന എല്ലാവരുടെയും പെൻഷൻ കൈകളിൽ എത്തിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ കൈകളിൽ എത്താനുള്ളത്. ജൂലൈ മാസം പെൻഷൻ ലഭിച്ച എല്ലാ ആളുകൾക്കും ഓഗസ്റ്റ് മാസത്തിലും പെൻഷൻ ലഭിക്കുന്നതാണ്. 20-ാം തീയതി ഓണത്തിന് മുമ്പായി തന്നെ പെൻഷൻ കൈകളിൽ എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഓഗസ്റ്റ് മാസത്തിലെ അടക്കം 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത്. അതിലൊരു മാസത്തെ പെൻഷൻ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ 3200 രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക. പിന്നീട് അങ്ങോട്ട് ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ടി വരും. മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഈ മാസം അവസാനത്തിലായിരിക്കും വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് എല്ലാ വർഷവും സത്യവാങ്മൂലം നൽകേണ്ട അവസരമുണ്ടായിരിക്കുക. അത് നൽകിയാലേ പിന്നീടുള്ള പെൻഷനും അവർക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലത്തെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ,
മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ചുമെല്ലാമാണ് നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. ആനുകൂല്യങ്ങൾ മിസ്സാവാതിരിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പെൻഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.